ആമയും മുയലും ഉറ്റ ചങ്ങാതികളായിരുന്നു. അവർ ഇരുവരും കൂടി ഒരു യാത്രക്കിറങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരേക്ക് നോക്കി ആമ ക്ഷീണം സങ്കടവും ഒക്കെ നിറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഇനി എത്രയധിക ദൂരം കൂടി നമുക്ക് പോകണം, എന്തൊരു ദൂരമാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത്. അത് കേട്ട മുയൽ പിറകോട്ട് നോക്കി അഭിമാനത്തോടെ പറഞ്ഞു, നമ്മൾ ഇത്രയധികം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു, എത്ര ദൂരം നാം പിന്നിട്ടു, നാം ഇറങ്ങിയെടുത്ത് നിന്നും എത്രയോ ദൂരം നാം എത്തിക്കഴിഞ്ഞു. നമ്മളും പലപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ്. മുൻപിലുള്ള ദൂരത്തെ മാത്രമാണ് നാം ഭയപ്പെടുന്നത്. വന്ന വഴികൾ പലപ്പോഴും നാം ഓർക്കാറില്ല. പ്രിയരെ, രണ്ട് വഴികളേ ഉള്ളൂ നമ്മുടെ മുൻപിൽ. ഇതുവരെ സഞ്ചരിച്ച വഴിയും ഇനി സഞ്ചരിക്കാനുള്ള വഴിയും. സഞ്ചരിച്ച വഴികൾ നമ്മുടെ അനുഭവങ്ങളും, ഇനി പോകുവാനുള്ള വഴികൾ നമുക്ക് ഭാവനകൾ നൽകും. നടന്ന വഴികളിലൂടെ ലഭിച്ച തഴക്കമാണ് നടക്കുവാനുള്ള വഴികളുടെ ഊർജം. കഴിഞ്ഞുപോയ ഓരോ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ പാഴാകില്ല. ഓരോന്നും പിന്നിട്ടുള്ള വഴികളിൽ അനുയോജ്യ സമയത്ത് മുതൽക്കൂട്ടാകും. സഞ്ചാരികൾക്കെല്ലാം ക്ലേശ വഴികളുണ്ടാകും. അവയൊന്നും പുറകോട്ട് നമ്മെ വലിക്കാനുള്ളതാകരുത്. പിന്നിട്ട വഴികളിലെ വേദനകളും കഷ്ടപ്പാടുകളും അപമാനങ്ങളും നിന്ദകളും ഒക്കെ ഒരുപക്ഷെ മുൻപോട്ടുള്ള ആയത്തിനെ പുറകോട്ട് വലിച്ചെന്ന് വരും. എന്നാൽ അതൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഉള്ളതായിരിക്കണം. ഓരോ യാത്രയിലും സുഖാനുഭൂതികൾ ഉണ്ടായിന്ന് വരും. അവയൊന്നും പ്രലോഭനത്തിനുള്ളതല്ല. അത് പ്രചോദനമായി മാറണം. മുന്നോട്ടും പുറകോട്ടുമുള്ള അവലോകനം ഓരോ യാത്രയ്ക്കും അത്യാവശ്യമാണ്. പുറകോട്ടുള്ള ചിന്തകൾ, വിലയിരുത്തലുകൾ നമ്മളുടെ തിരുത്തലിനും മുന്നോട്ടുള്ള പദ്ധതികൾ ഒരുക്കുന്നതിനും മാത്രമായിരിക്കണം. യാത്ര ചെയ്ത വഴികളെക്കുറിച്ചും നമുക്ക് ഇനി യാത്ര ചെയ്യാനുള്ള വഴികളെക്കുറിച്ചുമുള്ള സങ്കടങ്ങളും ആകുലതകളും ആരെയും എങ്ങും എത്തിക്കില്ല. അത് പരാജയത്തിൽ നമ്മെ അവസാനിപ്പിക്കും. ഒരു യാത്രയും പാതി വഴിയിൽ അവസാനിക്കാനുള്ളതല്ല എന്ന് ഓർത്തുകൊണ്ട് പൂർണ്ണ സംതൃപ്തിയോടെ നമ്മുടെ യാത്ര നമുക്ക് പൂർത്തീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. യാത്ര ഇറങ്ങുമ്പോൾ തന്നെ അപ്രതീക്ഷിതവും ആകസ്മികവുമായവയെ നാം മുന്നിൽ കണ്ടുകൊള്ളണം. ഓരോ ചുവട് വെച്ചാലും ആ ചുവടുകളുടെ മുൻപിലുള്ളതായ ആ പ്രതീക്ഷയെ വിശ്വസിച്ചു വേണം നമ്മുടെ യാത്ര മുൻപോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഓരോ അടികളും ഇടറാതെ മുൻപോട്ടായിത്തീരട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയാണ്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരാരും സ്വർഗരാജ്യത്തിന് അവകാശികളാകുകയില്ല. നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കണം. നമ്മുടെ ഭൂമിയിലെ ലക്ഷ്യം നിത്യതയിൽ എത്തിച്ചേരുന്നതായിരിക്കണം. ആ സ്വർഗരാജ്യത്തിനു വേണ്ടി നമുക്ക് യത്നിക്കാം, നമുക്ക് ജീവിക്കാം, അതിനെ സ്വപ്നം കാണാം, അതിനായി മുന്നേറാം. മുന്നിലുള്ള നേട്ടങ്ങളെ നമുക്ക് നേടിയെടുക്കാം. അതിനായി ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.